ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലവർഷം 1200 വർഷഫലമാണ്. അത് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേനുള്ള ഫലം. പൂയം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകൾ, ദൈവാധീനങ്ങൾ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തടസ്സങ്ങൾ എന്തൊക്കെയാണ്, വിജയങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് വിചിന്തനം ചെയ്യുന്നത്. പൂയം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഭാഗ്യാധിപൻ കൂടിയായ വ്യാഴം 11ാമിടത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വർഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചിങ്ങമാസം മുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ഈശ്വരാധീനം വർദ്ധിക്കുകയും പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ്. പൊതുവെ പൂയം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തേന് ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഏതെങ്കിലും രോഗത്താലൊക്കെ വലയുന്ന ആൾക്കാർക്ക് രോഗത്തിൽ നിന്ന് ഒരു മുക്തി നേടുവാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും പ്രധാനമായിട്ട് ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിക്കണം. ധന്വന്തരി മന്ത്രം ജപിക്കുന്നതും ധന്വന്തരി മൂർത്തിയെ ക്ഷേത്രങ്ങളിൽ യഥാശക്തി അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. ധന്വന്തരി മൂർത്തിയുടെ ക്ഷേത്രങ്ങളില്ലാത്ത സ്ഥലത്ത് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാലും അതിൻ്റെ ഫലം കിട്ടുന്നതാണ്. ഓം നമോ ഭഗവതി വാസുദേവായ ധന്വന്തരി അമൃതകലശഹസ്തായ സർവ ആമയ നിവാരണായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണുവേ നമ എന്നുള്ള മന്ത്രം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ജപിച്ച് പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ ചെയ്താൽ രോഗാവസ്ഥകളിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് ഈ പൂയം നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ പൂയം നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1200 ശ്രേയസ്സും യശസ്സും വന്നു ചേരുന്ന ഒരു കാലമാണ്. കീർത്തികൾ വർദ്ധിക്കും. അതായത് കലാകാരന്മാരായിരിക്കുന്ന ആൾക്കാർക്ക്, മറ്റ് സാഹിത്യവുമായി ബന്ധപ്പെട്ട രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, സാമൂഹിക സന്നദ്ധ സംഘടനകളിലായാലും രാഷ്ട്രീയ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥി സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ നല്ല ശ്രേയസ് ഉണ്ടാകും. തൊഴിൽ രംഗത്തായാലും ഒരു സ്ഥാനമാനങ്ങൾ വന്നു ചേരുകയോ സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും ഒക്കെ ഒരു അംഗീകാരം വന്നു ചേരുന്ന ഒരു വർഷവും കൂടിയാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല വിജയങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കളുടെയോ സഹോദരസ്ഥാനീയരുടെയോ ഒക്കെ സഹായങ്ങൾ വന്നു ചേരും. എങ്കിലും സുഹൃത്തുക്കൾ മൂലം ചില അധിക ധനച്ചെലവുകളൊക്കെ സൂചകമാണ്. സുഹൃത്തുക്കളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കുന്നവർ ശത്രുക്കളാകാതെ നോക്കുകയും വേണ്ട ഒരു സന്ദർഭമാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വളരെ ശ്രദ്ധിക്കണം. ദേഷ്യമൊക്കെ കഴിവതും ഒഴിവാക്കുക. വാഹനയോഗവും അതുപോലെ തന്നെ ഗൃഹയോഗവുമുള്ള ഈ വർഷം വാഹനഭാവത്തിലേക്ക് ആ വ്യാഴത്തിൻ്റെയൊക്കെ ദൃഷ്ടി ഈ പൂയം നക്ഷത്രക്കാർക്ക് ഉള്ളതിനാൽ പൊതുവെ നല്ല ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരും. ഈ ചൊവ്വായുടെ സ്ഥിതി കൊണ്ടും 4ാം ഭാവാധിപത്യമുള്ള ആ ശുക്രൻ്റെ സ്ഥിതി കൊണ്ടുമൊക്കെ വളരെ നല്ല മേന്മകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് പൂയം നക്ഷത്രക്കാർ. തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗം ഏതുമാകട്ടെ, ബിസിനസ് ആകട്ടെ, ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്നവരാകട്ടെ, മറ്റ് ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുന്നവരാകട്ടെ, ട്രാൻസ്പോർട്ടിംഗ് മേഖലകളിലോ മറ്റ് ഊഹാപോഹ കച്ചവടങ്ങൾ ചെയ്യുന്നവരോ, ഷെയർ മാർക്കറ്റിംഗ്, അതുപോലെ അധ്യാപകരായിരിക്കുന്നവർക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരും. സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുകയും മറ്റുള്ളവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതിനൊക്കെ അവസരം വന്നു ചേരുന്ന ഒരു സന്ദർഭമാണ്. അതുപോലെ ഉയർന്ന ഭാഗ്യാവസ്ഥ ഉള്ളതിനാൽ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകൾ എഴുതുന്നവർക്ക് നല്ലതാണ്. അലസതയൊക്കെ വെടിഞ്ഞ്
കൂടുതൽ സമയം പഠന കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതായത് 5-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്, ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. അതുപോലെ ഇഷ്ടഭാവങ്ങളിലൂടെയൊക്കെ ബുധനുമൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് ഈ വർഷം. വിദ്യാകാരകനായ ബുധൻ ബലവാനാകുമ്പോൾ അത് വളരെ നല്ലതാണ്. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും അധിഷ്ഠിത വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്ന അവസാന വർഷ പരീക്ഷയൊക്കെ എഴുതുന്നവർക്ക് ക്യാമ്പസ് സെലക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനും പുതിയ ജോലിയിൽ പ്രവേശിക്കുക പഠിച്ച വിദ്യയ്ക്കനുസരിച്ച്, അത് മെഡിക്കൽ രംഗത്ത് ജോലി ആഗ്രഹിച്ച് പഠിക്കുന്നവർക്കും IT മേഖലകളിൽ ജോലി ആഗ്രഹിച്ച് പഠിക്കുന്നവർക്കും ഒക്കെ സാധിക്കും. IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമായ ഒരു വർഷമാണ്. അതുപോലെ തന്നെയാണ് വിദേശത്തായിരിക്കുന്നവർക്കും വളരെ നല്ലതാണ്. ഇപ്പോൾ വിദേശത്തായിരിക്കുന്നവർക്കും അതുപോലെ തന്നെ പൂയ നക്ഷത്രക്കാർക്ക് സ്വന്തം നാട് വിട്ട് ജോലിയൊക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു കാത്തിരിക്കും. സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ നല്ല ഒരു ജീവിതം നയിക്കത്തക്ക രീതിയിൽ സാമ്പത്തികം വന്നു ചേരുവാൻ യോഗമുള്ള ഒരു ജോലി ലഭിക്കുന്നതിന് പൂയ നക്ഷത്രക്കാർക്ക് ഈ വർഷം യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലമാണ്. എന്നിരുന്നാലും മറ്റ് ക്രൂരഗ്രഹങ്ങളുടെയൊക്കെ ബന്ധം ദാമ്പത്യഭാവത്തിലേക്ക് വരുന്ന ചില മാസങ്ങളിൽ എങ്കിലും ചില കഷ്ടതകളൊക്കെ സൂചകമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു ചേരാതെ ശ്രദ്ധിക്കണം. വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് പുതുമയുള്ള വസ്ത്രങ്ങളും ഗൃഹോപകരണങ്ങളും അതുപോലെ തന്നെ നല്ല ആഭരണങ്ങളുമൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. ഉത്തമ വാഹനയോഗം ഉള്ള കാലവുമാണ്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക് പാരമ്പര്യ രീതി അനുസരിച്ച് സൗന്ദര്യം ഒരു അല്പം കുറഞ്ഞാലും മനസ്സിനിണങ്ങിയ രീതിയിൽ കുടുംബജീവിതം നയിക്കത്തക്ക രീതിയിലുള്ള ഒരു ജീവിത പങ്കാളിയെ സ്ത്രീ ആയാലും പുരുഷനായാലും ലഭിക്കുന്നതിനുള്ള ആനുകൂല്യമുള്ള ഒരു വർഷമാണ് പൂയം നക്ഷത്രക്കാർ. അതുപോലെ തന്നെ തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്കും നല്ല വിജയങ്ങളൊക്കെ വന്നു ചേരും. അധിക ദുഃഖ ദുരിത നാശ താപ ക്ലേശ വ്യയങ്ങളൊന്നും സൂചകമല്ലതാൽ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിച്ച് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷവും കൂടിയാണ് ഈ കൊല്ലവർഷം 1200-ാം ആണ്ട് മലയാള വർഷഫലത്തിൽ പൂയ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ നല്ല ഒരു ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുക തന്നെ ചെയ്യും. അതിനായിട്ട് നാഗരാജ പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ സർപ്പക്കാവിലൊക്കെ പോയി പ്രാർത്ഥിക്കുക. മഞ്ഞൾ പൊടിയാണെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ വിഘടനവാദപരമായ ചിന്താഗതികളും കൊള്ളുകയറാത്ത സുഹൃത്തുക്കളെയൊക്കെ ഒഴിവാക്കി നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിനും വിദ്യാർത്ഥികൾക്ക് നല്ല ഗുരുക്കന്മാരെ കണ്ടെത്തുവാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന് യഥാശക്തി അനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്യുക. കദളിപ്പഴം നേദിക്കുന്നതുമൊക്കെ വളരെ ഐശ്വര്യപ്രദമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.